വീണ്ടും കോഡിനേറ്ററിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോം വാലിഡേഷനാണ്. അതായത് യൂസർ സബ്മിറ്റ് ചെയ്യുന്ന ഫോം വാലിഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസർ ലോഗിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് ഫോം വാലിഡേഷൻ എന്നുള്ളൊരു ലൈബ്രറി, കോഡിനേറ്ററിൻ്റെ ഫോം വാലിഡേഷൻ എന്നുള്ള ലൈബ്രറിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കണമെങ്കിൽ നമ്മൾ യൂസർ ഗൈഡിൽ പോയാൽ ഫോം വാലിഡേഷൻ എന്നുള്ള ഒരു പേജുണ്ട്, ഫോം validation.html. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാനിതിൽ ബേസിക്കായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഇതിൻ്റെ റൂൾ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അത് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ ഫോം വാലിഡേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ലൈബ്രറി ഉണ്ട്, ഫോം വാലിഡേഷൻ എന്ന ലൈബ്രറി. അത് നമ്മൾ ലോഡ് ചെയ്യണം. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി ഈ ഫോം വാലിഡേഷൻ എന്നുള്ളത് നമ്മൾ ഓട്ടോ ലോഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം വാലിഡേഷൻ ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഓട്ടോ ലോഡിൽ ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ കൺട്രോളറിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ടറിലോ ലോഡ് ചെയ്ത് വയ്ക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഹെൽപ്പർ ഫയലുകളും നമ്മൾ ലോഡ് ചെയ്യാം, അതുപോലെ ഫംഗ്ഷനിൽ ലോഡ് ചെയ്യാം. നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ള അതുകൊണ്ട് നമുക്കിതൊന്നും ആവശ്യമില്ല. നമ്മളിനി ചെക്ക് ചെയ്യാനുള്ളത് ഫോം വാലിഡേഷനിൽ റൺ ചെയ്യുമ്പോൾ അത് ഫോൾസ് ആണോ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതേപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ ഫോം വാലിഡേഷൻ റൺ എന്നുള്ള ഫംഗ്ഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ വീണ്ടും ആ സെയിം ഫോം തന്നെ കാണിക്കും. ഇനി അത് ഫോൾസ് അല്ല ട്രൂ ആണെങ്കിൽ നമുക്കതിൽ സക്സസ് ആണ്, നമുക്കത് വേറൊരു പേജിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം. അതാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടി ഞാനിതെല്ലാം നമുക്ക് റൂൾ സെറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ റൂൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റിംഗ്, ഈ റൂൾ എങ്ങനെയാണ്, സെറ്റ്സ് ഓഫ് റൂൾ എങ്ങനെ നമുക്ക് ഒന്നിലും ഒരു അറേ ത്രൂ ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഈ റൂൾ സെറ്റ് ചെയ്യാം. ഓരോ ഫോമിനും വേണ്ട റൂൾസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇതിലുണ്ട്, നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഈ ഫോം വാലിഡേഷൻ നമ്മൾ ലേബർ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് റൂൾസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോമിലുള്ള ഓരോ ഫോം എലമെൻറ്റിൻ്റെയും, അതായത് ഇൻപുട്ടിൻ്റെ നെയിമാണ് ഇത് വരുന്നത്. ഫസ്റ്റ് നമ്മുടെ ഇതിൽ വരുന്നത് ഇമെയിലും പാസ്വേഡും മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പേസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ടൈം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ ഫോം ലോഗിൻ നോക്കിയാൽ ഞാനിവിടെ ഫോം വാലിഡേഷൻ എന്നുള്ള സെറ്റ് റൂൾസ് ഇമെയിൽ എന്നുള്ള നമുക്ക് നെയിം കൊടുക്കാം. ഇവിടെ ഈ ഫംഗ്ഷൻ രണ്ടാമത്തെ പാരാമീറ്റർ ഇമെയിലാണ്. ഈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലേബലാണ് അത് ആക്ച്വലി. ഇപ്പോൾ വാലിഡ് ആണോ, ഇപ്പോൾ ഇതിൽ നമ്മൾ യൂസർ ഇമെയിൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ യൂസർ ഇമെയിൽ എന്ന് വരും. ഇപ്പോൾ ഇവിടെ യൂസർ പാസ്വേഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ യൂസർ പാസ്വേഡ് ഈസ് റിക്വയർഡ്, അല്ലെങ്കിൽ ഇവിടെ ഇമെയിൽ ഈസ് റിക്വയർഡ്, അല്ലെങ്കിൽ യൂസർ ഇമെയിലാണ് യൂസർ ഇമെയിൽ ഈസ് റിക്വയർഡ്. ഫസ്റ്റ് വൺ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫോമിൻ്റെ നെയിമും അതിൽ വരുന്ന, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നെയിം ഈക്വൽ ടു നെയിം ഇമെയിൽ, ഇവിടെ നെയിം ഈക്വൽ ടു പാസ്വേഡ്, ഇത് രണ്ടുമാണ് നമുക്ക് ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ സെറ്റ് റൂൾസ് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇമെയിലാണ്, ഇമെയിൽ റിക്വയർഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, വാലിഡ് ഇമെയിൽ ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാം. അതായത് യൂസർ വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമെയിലല്ല, വാലിഡ് ഇമെയിൽ ആണെന്ന് കോഡിനേറ്ററിലെ ഫോം വാലിഡേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ പാസ്വേഡ് റിക്വയർഡ് ആണ്. ഇതേപോലെ തന്നെ പാസ്വേഡിന് വേണമെങ്കിൽ നമുക്ക് ലെങ്ത് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ലെങ്ത് അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ വാലിഡ് ഇമെയിൽ നിന്ന് കൊടുത്ത പോലെ തന്നെ നമുക്കൊരു മിൻ ലെങ്ത് എന്നുള്ള ഒരു പ്രോപ്പർട്ടി കൂടി കൊടുത്താൽ മതി. മിൻ ലെങ്ത് ഇപ്പോൾ ഞാൻ 8 ആണെങ്കിൽ 8 കൊടുക്കാം, അല്ലെങ്കിൽ 6 വേണമെങ്കിൽ 6 കൊടുക്കാം. നമുക്ക് മിനിമം, അതായത് പാസ്വേഡിൻ്റെ മിനിമം ലെങ്ത് 6 ആയിരിക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഫോം വാലിഡേഷൻ റൺ ചെയ്തിട്ട് ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്തു. ഫോൾസ് ആണെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്തു, ഈ ഡാറ്റ എന്നുള്ളൊരു അറേയിലേക്ക് എറേഴ്സ് എന്നുള്ള ഇൻഡെക്സിലൂടെ നമുക്ക് ആ വാലിഡേഷൻ എറർ അതിൽ സ്റ്റോർ ചെയ്തു. അതുകൂടാതെ ഈ സെഷൻ സെറ്റ് ഫ്ലാഷ് ഡാറ്റ എന്നുള്ളത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എറേഴ്സിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ഡാറ്റയിലെ എറേഴ്സ് എന്നുള്ള ഈ ഡാറ്റ അറേ ഞാൻ ഇതിൽ സെറ്റ് ഫ്ലാഷിൽ ആഡ് ചെയ്തു.
എറേഴ്സ് എന്നുള്ളതിൽ ആഡ് ചെയ്തു. ഇനി ഇവിടെ അടുത്തത് നോക്കാനുള്ളത്, ഇനിയിപ്പോൾ അത് കറക്റ്റായി, അതായത് വാലിഡേഷൻ ഫോൾസ് അല്ല ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ലോഗിൻ മോഡലിൽ വെരിഫൈ ലോഗിൻ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളതിനെ ലോഗിൻ യൂസർ ലോഗിൻ ആണോ, ലോഗിൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ വെരിഫൈ ലോഗിൻ. അതിൽ നമ്മൾ ഓൾറെഡി ഇമെയിൽ, നമുക്ക് ഇൻപുട്ട് വാല്യൂസ് എന്നുള്ള ഫംഗ്ഷനെ കൂടെ ഇമെയിലും പാസ്വേഡും, ആ പാസ്വേഡിനെ എൻക്രിപ്റ്റും ചെയ്യുന്നുണ്ട്. ഇവിടെ എൻക്രിപ്റ്റ് ചെയ്ത് നമ്മൾ ഡാറ്റാബേസിൽ ടേബിളുമായിട്ട് യൂസേഴ്സ് എന്നുള്ള ടേബിളുമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യണത് എന്നുള്ളത്. അതുപയോഗിച്ച് നമുക്ക്, അപ്പോൾ ഞാനിവിടെ ഈ ലോഗിൻ മോഡൽ എന്നുള്ള മോഡലിലെ വെരിഫൈ ലോഗിൻ എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചു, കോൾ ചെയ്തോടെ. അതിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. എല്ലാം കറക്റ്റാണ്, ലോഗിനൊക്കെ കറക്റ്റ്, അതായത് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റിസൾട്ട് എന്നുള്ള അറേയിൽ ആ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് വാല്യൂ ആണ്. അപ്പോൾ ഇഫ് റിസൾട്ട്, അതായത് അത് ട്രൂ ആയിരിക്കണം, റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മളതിൽ യൂസർ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു വ്യൂ കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് അഡ്മിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. സെപ്പറേറ്റ് വ്യൂ സാധാരണ കാണിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വ്യൂ, ഇപ്പോൾ ഞാനിവിടെ സക്സസ് വ്യൂ എന്നുള്ള സെപ്പറേറ്റ് വ്യൂ ഉണ്ട്. അത് വ്യൂവിൽ ജസ്റ്റ് എന്താ കാണിച്ചതെന്ന് വെച്ചാൽ, ഇഫ് ദിസ് സെഷൻ സെറ്റ് ഫ്ലാഷ് ഡാറ്റ സക്സസ്, ഇവിടെ വരുന്നില്ലേ, ഇവിടെ വരുന്ന സക്സസ് എന്നുള്ള സെഷനിൽ ഫ്ലാഷ് സക്സസ് എന്നുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ നമ്മളവിടെ കൊടുത്ത മെസ്സേജ് ഇവിടെ കാണിക്കാം. നമ്മളിവിടെ കൊടുത്ത മെസ്സേജ് യൂസർ ഹാസ് ബീൻ ലോഗിൻ ഇൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട്, സാധാരണ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അഡ്മിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു കൺട്രോളർ ഉണ്ട്, അഡ്മിൻ കൺട്രോളർ ഉണ്ട്. ഞാനിവിടെ അഡ്മിൻ കൺട്രോളറിലേക്ക് റീഡയറക്റ്റ് ചെയ്തു. ഇനി ഇല്ല എങ്കിൽ, അത് കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മുടെ ഇതിൽ എറർ സബ്മിറ്റഡ് യൂസർ ഇമെയിൽ ഓർ പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് എന്ന് പറഞ്ഞ എറർ വന്നു. അതും ഇതേപോലെ തന്നെ സെറ്റ് ഫ്ലാഷ് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇത്ര മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റൂൾ സെറ്റ് ചെയ്യണം, അത് വാലിഡേഷൻ ചെക്ക് ചെയ്യണം, വാലിഡേഷൻ കറക്റ്റ് ആണോ നോക്കണം. ഫോൾസ് ആണെങ്കിൽ വീണ്ടും ആ പേജ് തന്നെ കാണിക്കുക. ആ പേജിലേക്ക് നമ്മൾ എല്ലാ എറേഴ്സും ഡിസ്പ്ലേ ചെയ്യും. ഇനി വാലിഡേഷനൊക്കെ കറക്റ്റാണ്, യൂസ് സബ്മിറ്റൊക്കെ കറക്റ്റാണ്, വീണ്ടും ഒരു ചെക്കിങ് കൂടി ഉണ്ട്. നമ്മുടെ ടേബിളിൽ പോയിട്ട് ചെക്ക് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത ഡാറ്റ യൂസർ ഇമെയിലും പാസ്വേഡും മാച്ച് ചെയ്യണ്ടോ നോക്കണം. അത് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡ്മിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വീണ്ടും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇനി കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ലോഗിനിൽ പോയി കഴിഞ്ഞാൽ login.php എന്നുള്ള ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത വാല്യൂ അവിടെ തന്നെ, ഇപ്പോൾ കുറേ ഇതുണ്ട്, ഫോമിൽ കുറേ ഇൻപുട്ട് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ യൂസറിൻ്റെ അഡ്രസ്സ് ഉണ്ടാക്കി, അതുണ്ടാക്കി, അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെറ്റ് വാല്യൂ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്ത വാല്യൂ എറർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇമെയിലൂടെ കാണിക്കാം. അപ്പം ഞാൻ തൽക്കാലം ഇത് കമൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെ വരണം എന്നുള്ളത്. ഇനി ഇവിടെ നമ്മുടെ ഫോമിൽ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ആക്ച്വൽ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, admin@gmail.com. admin123 ആണ് നമ്മുടെ പാസ്വേഡ്. ഞാനിവിടെ പാസ്വേഡ് തെറ്റിച്ചു കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റഡ് യൂസർ ഇമെയിൽ ഓർ പാസ്വേഡ് ഡസ് നോട്ട് മാച്ച്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി നോക്കൂ, ഇമെയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഇമെയിൽ കാണാതായി, വിസിബിൾ അല്ല. അപ്പോൾ അത് വിസിബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ സെറ്റ് വാല്യൂ, ഞാനിവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ മാറ്റാം. സെറ്റ് വാല്യൂ ഇമെയിൽ, അതായത് സബ്മിറ്റ് ചെയ്ത വാല്യൂ നമുക്ക് അവിടെ വാലിഡേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെറ്റ് വാല്യൂ യൂസ് ചെയ്ത ഈ വാല്യൂ ഈ ഇമെയിലൂടെ കാണിക്കുള്ളൂ. പാസ്വേഡ് സാധാരണ നമ്മൾ കാണിക്കാറില്ല, കാരണം പാസ്വേഡ് സീക്രട്ട് ആയിട്ടുള്ളതാണ്, അത് നമുക്ക് കാണിക്കണം. അപ്പോൾ സെറ്റ് വാല്യൂ വേറെ ഇപ്പോൾ യൂസറിൻ്റെ നെയിം ഉണ്ടെന്ന് നോക്കും, ആ നെയിം ഇതേപോലെ തന്നെ സെറ്റ് വാല്യൂ യൂസർ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യാതെ നമ്മൾ admin@gmail.com അഡ്മിൻ എന്ന് കൊടുത്തു, വെറുതെ കൊടുത്തു, തെറ്റാണ് പാസ്വേഡ്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇമെയിൽ അവിടെ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഇമെയിൽ കറക്റ്റാണ്, അതവിടെ കാണിക്കുന്നുണ്ട്.
പാസ്വേഡ് ഫീൽഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 6 characters ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എറർ നമ്മൾ ആ മിനിമം ലെങ്ത് കൊടുത്തപ്പോൾ ആ എററുണ്ട്. അപ്പോൾ ഞാനിവിടെ അതും വേറൊരു പാസ്വേഡ് ടൈപ്പ് കൊടുത്തു. സബ്മിറ്റ് യൂസർ ഇമെയിൽ ഓർ പാസ്വേഡ് ഡസ് നോട്ട് മാച്ച്, അതും കാണിച്ചു. അപ്പോൾ നമ്മൾ കൊടുത്ത എററൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. നമുക്കത് കറക്റ്റായിട്ടുള്ള admin 123 എന്നുള്ളതാണ് പാസ്വേഡ് നമ്മൾ കൊടുത്തിരുന്നത്. അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്താ പറയുന്നത് നോക്കാം. കണ്ടില്ലേ, admin 123 കൊടുത്ത് നേരത്തെ അഡ്മിനിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് അഡ്മിനിലേക്കാണ് റീഡയറക്റ്റ് ചെയ്തത്. അത് അഡ്മിനിലേക്ക് റീഡയറക്റ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ചെയ്തതെല്ലാം കറക്റ്റാണ്, നമ്മുടെ വാലിഡേഷൻ കറക്റ്റാണ് എങ്കിൽ അത് അഡ്മിനിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോയി, അല്ലെങ്കിൽ ഈ എററൊക്കെ കാണിക്കും. അപ്പോൾ ഈ സബ്മിഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അഡ്മിനിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിൽ നിന്ന് നമുക്ക് ഇപ്പം അഡ്മിനിൽ നമുക്ക് എന്തൊക്കെ കിട്ടുക ഇതിൽ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളവിടെ റീഡയറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ അറയിൽ എന്താണെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ നോക്കാം. പി എന്നുള്ള സെറ്റ് ചെയ്യുക. അതായത് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് കാണിക്കാനാണ് അറേ. പ്രിൻ്റ് ആർ കൊടുത്തുകൂടെ നമ്മൾ കൊടുക്കുന്നത് നമ്മളിവിടെ റിസൾട്ടാണ്. നമ്മുടെ റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്തു, എക്സിറ്റ് അടിച്ചു നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നത്. നമ്മുടെ റിസൾട്ടിൽ ലോഗിൻ കറക്റ്റ് ആണെങ്കിൽ അത് എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാനാണ്. ഇത് ഡയറക്റ്റ് പിന്നീട് നോക്കാം നമുക്ക് അത്. അപ്പോൾ അതിന് ജസ്റ്റ് ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യാം എന്തൊക്കെയാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്ന് നമുക്ക് നോക്കാം. വീണ്ടും നമ്മൾ ലോഗിനിൽ പോവുക, നമ്മൾ ലോഗിൻ എടുക്കുക, നമ്മൾ ടൈപ്പ് ചെയ്യുക admin@gmail.com admin 123 സബ്മിറ്റ് ചെയ്യുക. കണ്ടില്ലേ, നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് നമുക്ക് ആ അറേ യൂസർ ലോഗിൻ 1 ആണ്, അതായത് ട്രൂ ആണ്. യൂസർ ID 2 ആണ്, നമ്മുടെ യൂസറുടെ ID 2 ആണ്. യൂസർ ഇമെയിൽ ഇതാണ്, യൂസറുടെ നെയിം ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറൊരു പേജുകളിൽ ആ സെക്ഷനിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് നമുക്ക് അഡ്മിനിൽ പോയിട്ട് ഇനി വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ബ്ലോഗ് ആകുമ്പോൾ നമുക്ക് ഒരു കാറ്റഗറി വേണം. അതുപോലെ നമുക്ക് യൂസറുടെ ഒരു യൂസർ മാനേജ്മെൻറ്റ് സെക്ഷൻ വേണം. അപ്പോൾ അവിടെ യൂസറെ എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പുതിയ യൂസറെ ആഡ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ് അതിൽ കാണിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബ്ലോഗിൽ ആവശ്യമുള്ള പോസ്റ്റ് അതും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ വാലിഡേഷൻ നമുക്ക് കോർഡിനേറ്ററിൻ്റെ വാലിഡേഷൻ യൂസ് ചെയ്യാതെ ചിലതിൽ നമുക്ക് jQuery ജാവാസ്ക്രിപ്റ്റ് വാലിഡേഷൻ jQuery ലൈബ്രറിയുടെ വാലിഡേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതാകുമ്പോൾ ഇതേപോലെ നമുക്ക് വാലിഡേഷൻ ഒന്നും കൊടുക്കുന്ന ആവശ്യമില്ല. ഈ കോർഡിനേറ്ററിലെ വാലിഡേഷൻ ഒന്നും ഇതേപോലെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് jQuery വാലിഡേഷൻ യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് അടുത്തതിൽ നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇത് ചെയ്തു നോക്കാം. എന്തെങ്കിലും നമുക്ക് മനസ്സിലായില്ല കമൻസ് ഉണ്ടെങ്കിൽ അതിൽ കമൻസിൽ ആഡ് ചെയ്യാം. താങ്ക് യു.